السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين برضا الله أجمعين أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പ്രാധാന്യം കൽപ്പിച്ച ഒരു പ്രവർത്തനമാണ് അറിവ് പഠിക്കുക എന്നുള്ളത്. ജീവിതത്തിലൊരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ചാൽ നമ്മുടെ ആയുസ്സിൻ്റെ ബാക്കിയുള്ള ഭാഗം ഈ അറിവ് പഠനം കൊണ്ട് നമ്മൾക്ക് പരിപോഷിപ്പിക്കാനും നന്മയുള്ളതാക്കാനും കഴിയും. അതുപോലെ തന്നെ ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, കേട്ടുപോകാതെ പറഞ്ഞു പോകാതെ ജീവിതത്തിൽ പ്രാവർത്തികവൽക്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥമാണ്, അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പൊതുനിയമങ്ങളാണ് നമ്മളുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യത്തു, കർമ്മശാസ്ത്രപരമായ ഖായിദകൾ. അത് കർമ്മശാസ്ത്രത്തിലെ ഒരു വൈജ്ഞാനിക ശാഖയാണ്. അതാണ് നമ്മളുടെ വിഷയം. അപ്പം അദ്ദേഹം 23-ാമത്തെ ബൈത്തായി പറയുന്നത്, അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. വലൈസ മശ്റൂഅൻ മിനൽ ഉമൂർ ഗൈറല്ലദീ ഫീ ശർഇനാ മദ്കൂർ. വലൈസ മശ്റൂഅൻ മിനൽ ഉമൂരി, കാര്യങ്ങളിൽ, അതാണ് മിനൽ ഉമൂരി, ഒരു കാര്യവും മശ്റൂ അല്ല എന്ന് പറഞ്ഞാൽ ശർഇ അല്ല. ഏതല്ലാതെ? ഗൈറല്ലദീ ഫീ ശർഇനാ മദ്കൂർ, അല്ലെങ്കിൽ ഗൈറുല്ലദീ ഫീ ശർഇനാ മദ്കൂർ, നമ്മളുടെ ശർഇൽ, ദീനിൽ പറയാത്തതൊന്നും, മദ്കൂർ അല്ലാത്തതൊന്നും ശർഅ അല്ല. അപ്പൊ ആർക്കും പുതുതായിട്ട് ശർഅ ഉണ്ടാക്കാൻ കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ രണ്ടാക്കി തിരിച്ചാൽ, ഒന്ന് ഇബാദത്തുകളാണ്, മതപരമായി നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ. മറ്റൊന്ന് നമ്മുടെ ശീലങ്ങളും നമ്മൾ ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമാണ്. അപ്പൊ ഈ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്നും പാടില്ല, ഒന്നും ചെയ്യരുത്. ചെയ്യണമെങ്കിൽ ശർഅ പറയണം. അപ്പൊ നമ്മളുടെ വക ഇബാദത്തുകൾ എടുക്കാൻ കഴിയുകയില്ല, നമ്മുടെ വക ഇബാദത്ത് പുതുതായി ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഒരാൾക്ക് തോന്നിയ പോലെ ഇബാദത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് തോന്നുകയാണ് അത് നന്മയല്ലേ എന്ന് തോന്നിയ ഒരു പുതിയ ആചാരമോ അല്ലെങ്കിൽ പുതിയൊരു ആരാധനാ കർമ്മമോ നമ്മൾക്ക് മതത്തിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് ആദത്തുകളെ കുറിച്ചായിരുന്നു. നാട്ടിലെ പൊതുവെയുള്ള ആചാരങ്ങളും ശീലങ്ങളും അല്ലെങ്കിൽ നടപ്പ് രീതികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് ശർഅ അനുവദിക്കാത്തത് ഒരിക്കലും ശർഅ അനുവദിക്കാത്തത് ചെയ്തുകൂടാ, അല്ലാത്തത് ചെയ്യാന്നാണ് പറഞ്ഞത്. ശർഇന്റെ അനുമതി ഇല്ലാത്തത്, അതിനി എന്ത് പേര് വിളിച്ചാലും നാട്ടാചാരം ദീനിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശർഅ ഹദ് വെക്കാത്തിടത്താണ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരും, വേറൊരു സ്ഥലത്ത് വരുന്നുണ്ട്. ശർഅ പരിധി വെക്കാത്തിടത്താണ് നമ്മളിപ്പോൾ ചില ആൾക്ക് ചെലവിന് കൊടുക്കണം. അപ്പൊ എത്ര ചെലവിന് കൊടുക്കണം? ഇപ്പൊ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. ഈ കായിക അല്ല, മുമ്പത്തെ കായികയാണ്. എത്ര ചെലവിന് കൊടുക്കണം? അപ്പൊ എങ്ങനെയാണ് പൊതുവെ നാട്ടിലുള്ള ശൈലി, അതനുസരിച്ച് കൊടുക്കണം എന്നാണ് പറയാം. മഅറൂഫ് എന്നാണ് അള്ളാഹു പ്രയോഗിച്ചത്. മഅറൂഫ് എന്ന നിലയിൽ മഅറൂഫായി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ നിലക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ദീന് പരിഗണിച്ച രൂപത്തിൽ കൊടുക്കണം. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ,
ഒരു ഇബാദത്തും ഇബാദത്താവുകയില്ല അള്ളാഹു അതിനെ ഇബാദത്തായി നിശ്ചയിച്ചു തരാതെ. നമ്മളുടെ വക ഇബാദത്ത് ഉണ്ടാക്കരുത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ തെളിവ് ആവശ്യമാണ്. നമ്മൾ എന്ത് ഇബാദത്ത് എടുക്കാം, നമ്മളിപ്പോൾ രാവിലെ സുബഹി നിസ്കരിച്ച് തെളിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. നമുക്ക് തോന്നുകയാണ് ഒരു 3 റക്അത്ത് സുബഹി നിസ്കരിക്കാൻ, നമുക്ക് വലിയ ആവേശമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് കഴിയും, സാധിക്കും, ഒരു 4 റക്അത്ത് സുബഹി നിസ്കരിക്കാൻ നമുക്ക് കഴിയുമെന്നാണെങ്കിൽ അത് പാടില്ല. കാരണം ശറഅ അനുവദിച്ചതേ നമുക്ക് ചെയ്യാവൂ, അതിനപ്പുറം നമ്മൾ ഇബാദത്ത് ചെയ്തുകൂടാ എന്നുള്ളതാണ്. ഇനി തെളിവില്ലെങ്കിൽ അവിടെ ഇബാദത്ത് ഇല്ല എന്നുള്ളതാണ് അസ്ല്, അടിസ്ഥാനം. ഇത് രണ്ടാമത്തെ ഒരു മസ്അല. എന്താണ് ഇതിന് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ലൈസ അലൈഹി അംറുന, അതിൽ നമ്മുടെ അമ്രില്ല, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടണം. അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്രില്ലാതെ അല്ലെങ്കിൽ കൽപ്പന ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അത് തള്ളപ്പെടേണ്ട ഇബാദത്താണ്. അപ്പൊ ഇത് ബിദ്അത്തുകളെ മുഴുവൻ അതിന്റെ മൊനയൊടിക്കുന്ന ഒരു ഹദീസാണിത്. ഒരു ബിദ്അത്ത് ഉണ്ടാക്കാനും വകുപ്പില്ല. ഈ ഹദീസ് അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് വെച്ചിട്ട് ഇബാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ചെയ്യരുത് എന്നാണ്. അപ്പൊ ഒരു ഇബാദത്തും ചെയ്യാൻ പാടില്ല, ചെയ്യണമെങ്കിൽ തെളിവ് വേണം. ഒരു ഇബാദത്തും ചെയ്യരുത്, ചെയ്യണമെങ്കിൽ തെളിവ് വേണം. ഏത് ഇബാദത്ത് ചെയ്യണമെങ്കിലും നമുക്ക് തെളിവ് ആവശ്യമാണ്. തെളിവില്ലാതെ ഒരു ഇബാദത്തും ചെയ്തുകൂടാ. ഇതന്നെയാണ് ഇതിൽ മുഴുവൻ ഈ ഖായിദ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു വ്യത്യാസം, അൽ ഫർഖു ബൈനഹുമ, ഇബാദത്തും ഇബാദത്ത് അല്ലാത്ത കർമ്മങ്ങളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് ചോദിച്ചാൽ, അന്നല്ലാഹ ലാ യുഅബദു ഇല്ലാ ബിമാ ശറഅഹു അലാ അൽസിനതി റുസുലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടണമെങ്കിൽ അള്ളാഹു അവന്റെ അമ്പിയാക്കളുടെ നാവിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ച് തന്നതിനെ കൊണ്ടേ അള്ളാഹ് നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. ഒരു മുസ്ലിമായ വ്യക്തി ഒരു പള്ളിയിൽ പോയിട്ട് തേങ്ങ ഉടക്കാണ്. രാവിലെ സുബഹിക്ക് വേങ്ങര പള്ളിയിൽ വന്നിട്ട് മുമ്പിൽ നമ്മൾ ടൈലിൽ തേങ്ങ ഉടച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അത് ഇബാദത്താണ്. ഞാൻ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, അള്ളാഹ്ക്കാണ് ചെയ്യണത്, ഇബാദത്താണ്, ആരാധനയാണ്. അങ്ങനെ പലരും പല ദൈവങ്ങൾക്കും ചെയ്യലുണ്ട്. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇബാദത്ത് എടുക്കുകയാണ്. ആ ഇബാദത്ത് അനുവദിക്കാൻ പറ്റൂല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ റോട്ടിൽ കടന്ന് ഉരുളാണ്, അല്ലെങ്കിൽ നമ്മളെ പള്ളി തന്നെ തവാഫ് ചെയ്യാണ് വിചാരിച്ചോളി, നമ്മളെ പള്ളി പ്രദക്ഷിണം വെക്കാണ്, രാവിലെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് ഇബാദത്താണെന്ന് വെച്ച് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇല്ല. അള്ളാഹു അനുവദിക്കാത്തത് ഇബാദത്താവുകയില്ല. അത് അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ, അള്ളാഹുവിനുള്ള അവകാശമാണ് ഇബാദത്ത്. അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ കൊടുക്കണം. ഇനി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്ക്, വഹാദൽ ഹദീസു, ഈ ഹദീസ് നമ്മളിപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വായിച്ചില്ലേ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്നുള്ള ഹദീസ് ഖായിദത്തുൻ അദീമത്തുൻ, വലിയൊരു ഖായിദയാണ്, വലിയൊരു അടിസ്ഥാനമാണ്, മഹത്തായ ഒരു അടിസ്ഥാനമാണ്. മിൻ ഖവായിദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വലിയൊരു നിയമമാണ് പറഞ്ഞത്. വഹുവ മിൻ ജവാമിഇ കലിമിഹി, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിമിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ചേ പറയുള്ളൂ, പക്ഷെ ആശയം വളരെ വിപുലമായിരിക്കും. ചെറിയ വാക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ വളരെ വിപുലമായിരിക്കും അതിന്റെ ആശയ തലങ്ങൾ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും. റസൂലുള്ളാഹി കുറച്ച് പറയും. ഖലീലുൽ മബാനി, അതിന്റെ വാക്ക് ഘടന നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ കസീറുൽ മആനി, ധാരാളം അർത്ഥം ഉണ്ടാകും. റസൂലുള്ളാഹിന്റെ ഒരു പ്രത്യേകതയാണ്, അള്ളാഹ് കൊടുത്തതാണ്. അങ്ങനെ ജവാമിഉൽ കലിം അള്ളാഹിന്റെ റസൂലിന് അള്ളാഹ് കൊടുത്തതാണ്. ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഒരു വരി ഇല്ലത്, പക്ഷെ അതിൽ എന്തൊക്കെ ഉണ്ട്? അതേപോലെയാണ് ഈ ഹദീസ്. ഫഇന്നഹു സരീഹുൻ ഫി റദ്ദി കുല്ലിൽ ബിദ്അ, എല്ലാ ബിദ്അത്തുകളും തള്ളേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്ന, വൽ മുഖ്തറആത്ത്, എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും തള്ളിക്കളയേണ്ടതാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഒരാൾക്കൊരു ഇബാദത്ത് ചെയ്യാൻ തോന്നിയാൽ
മൂന്നവസ്ഥ ഉണ്ടാവും. ഒന്ന് ഷറഅാക്കിയെന്ന് അയാൾക്ക് അറിയാം, അപ്പൊ ചെയ്യണം. ഷറഅ ചെയ്യരുത് എന്ന് പറഞ്ഞ കോലത്തിലുള്ളതാണ്. ഇപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ കുറെ ഭാഗത്തെടുത്തിരുന്നു. നഗ്നരായിക്കൊണ്ട് കാബ തവാഫ് ചെയ്യുക, ഓലത് വലിയ സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. നഗ്നരായി കാബ തവാഫ് ചെയ്യുക. സ്ത്രീകൾ ചിലപ്പോൾ രാത്രിക്കാണ് ചെയ്തിരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിൽ തോന്നല്ല ഇബാദത്ത്. അവർ ഒരു പ്രത്യേകമായ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഖുറാനിൽ പിന്നെ അവരുടെ നാമങ്ങളൊക്കെ ഉണ്ട്. ഹാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബലിമൃഗങ്ങൾ. അതൊന്നും അള്ളാഹ് അനുവദിച്ചതല്ല. അള്ളാഹ് അനുവദിക്കാത്തതൊന്നും ഇബാദത്താവുകയില്ല. അപ്പൊ അത് ചെയ്യരുത്. ഇനി നമുക്ക് അറിയൂല, അങ്ങനെയാണെങ്കിൽ ചെയ്യരുത് എന്നുള്ളതാണ് അടിസ്ഥാനം. ചെയ്യരുത് എന്നുള്ളതാണ് അടിസ്ഥാനം. ഇബാദത്തായി ഒന്നും ചെയ്യരുത്. ചെയ്യണമെങ്കിൽ പ്രത്യേകമായ തെളിവ് ആവശ്യമാണ് എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. അപ്പോ ഒരു ചോദ്യം, ഇത് പിന്നെ ഷറഹ എഴുതിയ ആളെന്നെ കൊടുത്തതാണ്. ഒരു ഹദീസ് ഉണ്ടല്ലോ, പൊതുവെ പിന്നെ ബിദഅത്തൊക്കെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ രൂപത്തിലെ പുത്തനാചാരങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായതുകൊണ്ട് ഹദീസ് പറയാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ ബഅദഹു. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? ആരെങ്കിലും ഒരു വ്യക്തി ഇസ്ലാമിൽ പുതിയൊരു സുന്നത്തുണ്ടാക്കി, അപ്പൊ അയാൾക്ക് അതിന്റെ കൂലി കിട്ടും, അത് ചെയ്ത ആളെ കൂലിയും കിട്ടും, അതിനുശേഷം ചെയ്ത ആൾക്കാരുടെ കൂലിയും കിട്ടും. അപ്പൊ ഈ ഹദീസ് കൊണ്ട് നമുക്ക് പുതിയ പുതിയ പിന്നെ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദീനിൽ ചെയ്തുകൂടെ എന്ന് വാദിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസിന്റെ ഉദ്ദേശം അതല്ല. ഈ ഹദീസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഹദീസ് എവിടെയാണ് പറയപ്പെട്ടതെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് അത് ആരും ചെയ്യണില്ല. നബി പഠിപ്പിച്ച സുന്നത്താണ്, അത് നാട്ടിൽ ആരും ചെയ്യണില്ല. അപ്പൊ ഒരാൾ അത് ജീവിപ്പിച്ചു. ആ ചെയ്യാത്ത സുന്നത്തിന് എന്ത് ചെയ്തു? ഒരാള് ജീവിപ്പിച്ചു. ഉള്ള സുന്നത്താണ്, ഇല്ലാത്തല്ല. പൊതുവെ ആൾക്കാർ ചെയ്യലില്ല. അപ്പൊ അയാൾ ജീവിപ്പിച്ചാൽ അയാളെ കണ്ട് ബാക്കിയുള്ളവരും അത് ചെയ്തു തുടങ്ങിയ അയാൾക്ക് അതിന്റെ കൂലി കിട്ടും, ചെയ്തോലെ കൂലി കിട്ടും, ഇനി ശേഷം വരുന്ന എല്ലാവരുടെ കൂലിയും കിട്ടും എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം. ഒരിക്കലും പുതിയൊരു സാധനം ഉണ്ടാക്കാനുള്ള തെളിവല്ല എന്നീ ഹദീസ് വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇനി ഈ ഹദീസ് അത് കാരണത്താലാണ് വന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ കുറെ ആളുകൾ വിട്ടുന്നപ്പോൾ സ്വതക്ക ഇങ്ങനെ കൊടുക്കാതെ കണ്ടപ്പോൾ ഒരാൾ ചെന്നിട്ട് നല്ല സ്വതക്ക കൊടുത്തു. അപ്പോഴാണ് റസൂലുള്ളാഹി ഈ ഹദീസ് പറഞ്ഞത്. അവ സ്വതക്ക ദീനിലില്ലാത്തത്, അയാൾ പുതുതായി ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നുമല്ല. അപ്പൊ അതാണ് ആ ഹദീസിന്റെ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ തെളിവ് പറയുന്ന പലതിനും ഇതേ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളും ഈ ക്ലാസ്സിലെ കാര്യങ്ങളും കൂട്ടി വരുമ്പോൾ ഇബാദത്ത് ഒന്നും ചെയ്യരുത്, ചെയ്യണമെങ്കിൽ തെളിവ് വേണം. നമ്മൾ ചെയ്യുന്ന ശീലങ്ങൾ നമുക്ക് എന്ത് ചെയ്യരുത് എന്ന് പറയാൻ എന്ത് വേണം? തെളിവ് വേണം. അപ്പൊ ആദത്ത് ആയിക്കൊണ്ട് എല്ലാ ആചാരങ്ങളെയും നമ്മൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നാട്ടാചാരം ദീന് പരിഗണിച്ചു എന്നുള്ളതാണ്. നാട്ടാചാരം ദീനാണെന്നല്ല പറഞ്ഞത്. ദീന് പരിഗണിക്കുന്ന മേഖലകളുണ്ട്. നാട്ടിലെ ആചാരങ്ങളെ അല്ലെങ്കിൽ നാട്ടിലെ പൊതുവെ ശീലങ്ങളെ ദീന് പരിഗണിക്കും. ശറഅ് പ്രത്യേകം പരിധി വെക്കാത്തടത്ത് ദീന് പരിഗണിക്കും. ഒരാൾ പറയാണ് നമ്മളെ നാട്ടിൽ പൊതുവെ പിന്നെ നിക്കാഹിന് മുമ്പേ പെണ്ണും ചെറുക്കനും യാത്ര പോണൊരു പരിപാടി ഉണ്ട്. അങ്ങനെ വിചാരിച്ചാളി. അതായത് ഉറപ്പിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും? ഇയാൾക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യും. അപ്പൊ നാട്ടിലത്തെ ആചാരമാണെന്ന് പറഞ്ഞാൽ അപ്പൊ ഭയങ്കര അബദ്ധമല്ലോ. കാരണം നിക്കാഹ് ചെയ്യാത്തിടത്തോളം കാലം ഈ സ്ത്രീ ഇയാൾക്ക് അന്യ സ്ത്രീ തന്നെയാണ്. നമ്മളെ നാട്ടിൽ പൊതുവെ വിളിക്കലും പറച്ചിലും അങ്ങനെ കൊണ്ടുപോലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താവൂല, ശറഅ് പരിഗണിച്ചു എന്ന് പറയാൻ പറ്റൂല. അതേപോലെ തന്നെ നാട്ടിൽ പിന്നെ പൊതുവെ മരിച്ചു കഴിഞ്ഞാൽ 3-ന്റെ അന്ന്, 7-ന്റെ അന്ന്, 14-ന്റെ അന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അത് പിന്നെ നാട്ടിൽ പൊതുവെ ആചാരമായിട്ട് ചെയ്യണതാണ്. അപ്പൊ നമ്മളൈക്കടെ കൂടി കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം അത് വിഭാഗത്തിന്റെ വകുപ്പിലേക്ക് പോയി. മരിച്ചു കഴിഞ്ഞാൽ ഇന്ന രൂപത്തിൽ ഇതൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരാധനന്റെ വകുപ്പിലേക്ക് പോയി. ആരാധനകൾ ചെയ്യണമെങ്കിൽ ശറഅ് എന്ത് ചെയ്യണം? അനുവദിക്കണം. അള്ളാന്റെ ദീന് പഠിപ്പിക്കണം. അല്ലാത്തടത്തോളം കാലം നമ്മൾ എന്തെന്നെ ചെയ്താലും
അതിനൊക്കെ ഈ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മടക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനിരിക്കുന്നത് വളരെ രസമുള്ളൊരു ഖായിദയാണ്. അടുത്ത ക്ലാസ്സിൽ പറയായിരിക്കും നല്ലത് ഇൻഷാ അല്ലാഹ്. ഓരോന്നോരോന്നും മെല്ലെ മെല്ലെ പോകാം. ഇത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഖവായിദുകൾ, ഷെയ്ഖ് പറഞ്ഞ ഖവായിദുകൾ കഴിയും. ഇത് നമ്മൾ തുടക്കക്കാർക്കുള്ള ഖവായിദുകളാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്രയോ ആളിക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള കിതാബുകളുണ്ട് ഈ വിഷയത്തിൽ. നമ്മളതിൻ്റെ തുടക്കവും ഒരു ഓരത്തുകൂടി നടക്കാന്നേ ഇപ്പോൾ പറ്റണുള്ളൂ. എല്ലാത്തിൻ്റെ ഒരു സൈഡിൽ കൂടി നടക്കുക. അറിവ് വളരെ വിശാലമാണ്. നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം വീണ്ടും വീണ്ടും പഠിക്കാനുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് നമ്മൾക്ക് ചെയ്യുക. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചും ദീനിൽ സൂക്ഷ്മത പുലർത്തിയും ബസീറത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ നമ്മൾ കഴിയണം. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ദീൻ എങ്ങനെയാണ് അതിനെ കണ്ടിട്ടുള്ളത്, അതിന് പിറകിൽ എന്തൊക്കെ വശങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഫത്വ കൊടുക്കുമ്പോൾ നമുക്ക് ദഹിക്കണ രൂപത്തിലൊന്നും ആവില്ല ചിലപ്പോൾ പണ്ഡിതന്മാർ പറയാം. കാരണം ചിലപ്പോൾ നമ്മൾ കണ്ടത് ഇതായിരിക്കും, പക്ഷെ അവർക്ക് ഇതിന് പിറകിൽ പല നോട്ടങ്ങൾ ഉണ്ടാകും. ഇതുണ്ടോ, ഈ ഭാഗമുണ്ടോ, ആ ഭാഗമുണ്ടോ എന്നൊക്കെ പരിഗണിച്ചിട്ടാണ് ദീനിൽ. അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് വളരെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമാണ്. എല്ലാ നിലക്ക് നോക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ വളരെ പരിശുദ്ധമാണ്. അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ അതിർവരമ്പുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു അതിർവരമ്പിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ കിട്ടും. ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു വാക്ക് വായിച്ചു, അന്ന മിഫ്താഹ സആദത്തി, ഒരു മനുഷ്യന്റെ ഐശ്വര്യത്തിന്റെ താക്കോൽ എന്ന് തന്നെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റുക എന്നുള്ളതാണ്. അത് വീട്ടിലും നാട്ടിലും എല്ലായിടത്തും റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എത്രത്തോളം നമ്മൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് പുറകോട്ട് പോകുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ആ ഖൈറുകൾ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടും ഇരിക്കും. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. നമ്മൾ നമ്മുടെ കുടുംബക്കാരെയും പഠിപ്പിക്കുക. വീട്ടിൽ നിന്നാണ് ആദ്യം റസൂലുള്ളാഹിന്റെ സുന്നത്ത് ശീലിച്ച് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ സുന്നത്തിന്റെ വിഷയം പഠിപ്പിച്ചാൽ വീട്ടിൽ കയറുമ്പോൾ എപ്പോഴും അള്ളാഹിന്റെ റസൂല് പല്ല് വെക്കുന്നു. ഇത് ഈ ഹദീസിന് പറ്റുന്ന ഒരു ഹദീസാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന. പൊതുവെ ആരും ചെയ്യാനില്ല തോന്നുന്നത്. നമുക്ക് കൈയാണെങ്കിൽ വീട്ടിൽ കയറുമ്പോൾ പല്ല് വെച്ചിട്ടേ, നമ്മളോട് പ്രത്യേകിച്ച് ഭാര്യയോട് ഇടപെടുമ്പോൾ, അതേപോലെ എല്ലാവരോടും ഇടപെടുമ്പോൾ ഒരു നമ്മുടെ വാ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. നമ്മളെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ ഒരു കോലം ഉണ്ടാവരുത്. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്താണ് വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യുക, പല്ല് വെച്ചിട്ട് അള്ളാഹിന്റെ റസൂല് കയറുക. വീട്ടിലുള്ള റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്തൊക്കെയാണ്? വീട്ടുകാരെ സഹായിക്കും, നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ പള്ളിയിൽ പോകും. അതേപോലെ ബാക്കിയുള്ള സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ആ രൂപത്തിൽ വീട്ടിലും നാട്ടിലും അങ്ങാടിയിലും എല്ലാ ജോലിസ്ഥലത്തും പള്ളിയിലും ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പാലിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടും. സആദത്ത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഭാര്യയോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും മക്കളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും എല്ലാവരോടുള്ള പെരുമാറ്റത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു തുലാസായി കണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹ് പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ, അടിയാച്ചുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.